പാചകവാതക വിതരണ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഹോട്ടൽ ഉടമകൾ തിങ്കളാഴ്ച കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. നാളെ എണ്ണ കമ്പനികളുടെ ബോട്ട്ലിംഗ് പ്ലാന്റുകളിലേക്ക് മാർച്ച്. പാലിയേക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ച. BPCL പെട്രോൾ പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയ തൊഴിലാളികൾ പൈപ്പ് ലൈൻ മാറി തകരാർ പരിഹരിച്ചത് ചോർച്ചയ്ക്ക് കാരണം. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി പാലക്കാട് ചെർപ്പുളശ്ശേരി തെക്കുംപറമ്പത്ത് മന TM നാരായണൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. നിയോഗം 35 പേരുടെ പേരുകൾ നറുക്കിട്ടെടുത്തതിൽ നിന്ന്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പാചകവാതക വിതരണ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഹോട്ടൽ ഉടമകൾ തിങ്കളാഴ്ച കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. നാളെ എണ്ണ കമ്പനികളുടെ ബോട്ട്ലിംഗ് പ്ലാന്റുകളിലേക്ക് മാർച്ച് നടത്തും. അതേസമയം ആശങ്ക വേണ്ടെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പാചകവാതക ക്ഷാമത്തിൽ പ്രതിസന്ധിയിലായതോടെയാണ് ഹോട്ടൽ ഉടമകൾ സമരത്തിലേക്ക് പോകുന്നത്. നാളെ എണ്ണ കമ്പനികളുടെ ബോട്ട്ലിംഗ് പ്ലാന്റുകളിലേക്ക് മാർച്ച് നടത്താനും തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിട്ട് സൂചനാ പണിമുടക്ക് നടത്താനും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. ഹോട്ടലുകളെ അവശ്യ സർവീസായി പ്രഖ്യാപിച്ച് പാചകവാതകം ഹോട്ടലുകൾക്കും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത്. അതേസമയം LPG പൂഴ്ത്തിവെപ്പിനെതിരെ രാജ്യവ്യാപക നടപടികൾ തുടരുകയാണ്. പൂഴ്ത്തിവെച്ച 15,000 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. ഇറാനിൽ നിന്ന് കൂടുതൽ ടാങ്കറുകൾ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. മീഡിയ ടൈം മാള. പാലിയേക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ച. BPCL പെട്രോൾ പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയ തൊഴിലാളികൾ പൈപ്പ് ലൈൻ മാറി 8 മീറ്റർ അപ്പുറത്തുള്ള KSPPL കമ്പനിയുടെ ഗ്യാസ് പൈപ്പ് ലൈനിൽ ഡ്രിൽ ഉപയോഗിച്ച് തകരാർ പരിഹരിച്ചതാണ് ചോർച്ചയ്ക്ക് കാരണം. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു. വലിയ തോതിൽ LPG ചോർച്ച ഉണ്ടായതോടെ പൈപ്പ് ലൈനിന്റെ 2 വശത്തുള്ള വാൽവ് അടച്ചു. പൈപ്പ് ലൈനിൽ തങ്ങി നിന്നിരുന്ന വാതകമാണ് ഇപ്പോൾ ചോർന്നുകൊണ്ടിരിക്കുന്നത്. പുതുക്കാട് അഗ്നിരക്ഷാസേന ചോർച്ചയിലേക്ക് വെള്ളം പമ്പ് ചെയ്താണ് സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നത്. ചോർച്ചയുണ്ടായ പ്രദേശത്തിന്റെ ഏതാനും ചുറ്റളവിൽ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. മേഖലയിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും പോലീസും അഗ്നിരക്ഷാസേനയും വില്ലേജ് ഓഫീസ് അധികൃതരും എത്തി മുൻകരുതലുകൾ നൽകി. വീടുകളിലും സ്ഥാപനങ്ങളിലും തീ ഉപയോഗിക്കുന്നതിലും വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തി. പൈപ്പ് ലൈനിന്റെ ചുമതലയുള്ള KSPPL, പെട്രോളിയം കമ്പനികളായ BPCL, ICL അധികൃതരും സ്ഥലത്തെത്തി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു. ചോർച്ചയുള്ള പൈപ്പ് ലൈനിന്റെ ഇരുവശങ്ങളിലുമായി 12 കിലോമീറ്റർ ദൂരമുള്ള പൈപ്പിൽ വെള്ളം പമ്പ് ചെയ്ത് നിറച്ച ശേഷം ഗ്യാസിന്റെ ചോർച്ച പരിഹരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിനായി പാലക്കാട് നിന്ന് സാങ്കേതിക വിദഗ്ധർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കുന്നതുവരെ പൈപ്പിലെ ഗ്യാസ് ചോർന്നു പോകുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ഗ്യാസ് ചോർച്ച തുടരുന്നതിനിടെ മണലി മടവാക്കര റോഡ് അടച്ച് ഗതാഗതം നിരോധിച്ചു. മീഡിയ ടൈം പുതുക്കാട്. വയനാട് ദുരന്തത്തിന്റെ പേരിൽ വീട് വെക്കാൻ എന്ന പേരിൽ കോടാനുകോടി രൂപ പിരിച്ച ശേഷം ഒരു കല്ല് പോലും ഇടാത്ത യൂത്ത് കോൺഗ്രസ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ കുനിഞ്ഞ ശിരസ്സുമായി നിൽക്കുകയാണെന്ന് ജേക്ക് C. തോമസ്. യൂത്ത് കോൺഗ്രസും ഈ കൊടും പാതകത്തിന് മറുപടി പറയേണ്ടി വരുമെന്ന് ജേക്ക് മീഡിയ ടൈമിനോട് പറഞ്ഞു. കേരളത്തിന്റെ രാഷ്ട്രീയ ബോധ്യത്തിന് മുമ്പിൽ അപമാനഭാരത്താൽ കുനിഞ്ഞ ശിരസ്സുമായി പിടിക്കപ്പെട്ട തസ്കര സംഘം എന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസും നിൽക്കുന്നത്. ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായ വയനാട്ടിൽ 300-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകുകയും അതിന്റെ പേരിൽ കോടാനുകൂടി വരുന്ന തുക പിരിക്കുകയും ചെയ്ത കോൺഗ്രസ് എന്നാൽ പേരിന് ഒരു കല്ല് പോലും ഇടാനാകാതെയാണ് ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ബോധ്യത്തിന് മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വയനാടിനെ മുൻനിർത്തി മരണപ്പെട്ട മനുഷ്യരുടെ ശവത്തെ ചൂണ്ടിക്കാട്ടി പണം പിരിച്ച് പിടുങ്ങിയ ഈ തസ്കര സംഘം, അതിന്റെ നേതാക്കന്മാർ, അതെവിടെയായാലും അവർക്ക് ജനകീയ കോടതിയുടെ മുമ്പിൽ മറുപടി പറയേണ്ടതായിട്ട് വരും. അനിവാര്യമായ തിരിച്ചടിക്ക് അവർ വിധേയമാക്കപ്പെടും, ഒരു സംശയവുമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏപ്രിൽ 1 മുതൽ 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി പാലക്കാട് ചെർപ്പുളശ്ശേരി തെക്കുംപറമ്പത്ത് മന ശ്രീനിലയത്തിൽ TM നാരായണൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. 49 അപേക്ഷകരിൽ നിന്നും കൂടിക്കാഴ്ചയിൽ യോഗ്യത നേടിയ 35 പേരുടെ പേരുകൾ നറുക്കെട്ടെടുത്തതിൽ നിന്നാണ് TM നാരായണൻ നമ്പൂതിരിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി നിയോഗം ലഭിച്ചത്.
നിലവിലെ മേൽശാന്തി മൂർത്തിയടത്ത് മന സുധാകരൻ നമ്പൂതിരിയാണ് നറുക്കെടുത്തത്. ആദ്യ നറുക്കിൽ തന്നെ മേൽശാന്തി നിയോഗം ലഭിച്ചു. പുതിയ മേൽശാന്തി മാർച്ച് 31 രാത്രി സ്ഥാനമേൽക്കും. അതിനു മുൻപ് 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ശേഷമായിരുന്നു നറുക്കെടുപ്പ്. ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാട്, തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരും മാധ്യമപ്രതിനിധികളും ഭക്തരും ചടങ്ങിൽ സന്നിഹിതരായി. മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട TM നാരായണൻ നമ്പൂതിരി പാലക്കാട് ഇല്ലിക്കോട്ടുകുറിശി ശിവക്ഷേത്രത്തിലെ നിലവിലെ മേൽശാന്തിയാണ്. മീഡിയ ടൈം, ഗുരുവായൂർ. UK വിസയും ജോലിയും ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 8,85,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ആളെ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് ഈറോഡ് സ്വദേശിയായ ശങ്കർ ഗണേഷ് എന്നയാളെയാണ് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2023 കൊറ്റനല്ലൂർ തുമ്പൂർ സ്വദേശിക്ക് UK വിസയും ജോലിയും ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 8,85,000 രൂപ വാങ്ങിയ ശേഷം വിസയും ജോലിയും ശരിയാക്കി നൽകുകയോ വാങ്ങിയ പണം തിരികെ നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തിയതാണ് കേസിനാസ്പദമായ സംഭവം. സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയി വിദേശത്തേക്ക് കടന്നതിനെ തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. പ്രതി ദുബായിൽ നിന്നും ചെന്നൈ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ അയച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്ത് ആളൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ആളൂർ പോലീസ് സ്റ്റേഷൻ SI മനു S ചെറിയാൻ, GSIമാരായ ജയകുമാർ, ജെയ്സൺ, GSCPOമാരായ സമീഷ്, ലിജു ആന്റണി, CPO ആദർശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, ആളൂർ. വൈവിധ്യമാർന്ന വേനൽക്കാല വിളകൾ ഒരുക്കി എടത്തുരുത്തി വിത്തുൽപാദന കേന്ദ്രം. എടത്തുരുത്തി നെൽ വിത്തുൽപാദന കേന്ദ്രത്തിൽ നെൽകൃഷിക്ക് ശേഷം വിവിധയിനം വിളകളുടെ മാതൃകാ തോട്ടങ്ങളാണ് 25 ഏക്കറിലായി ഒരുക്കിയിരിക്കുന്നത്. ഫാമിലെ ഉൽപ്പന്നങ്ങളെല്ലാം പൊതുജനങ്ങൾക്കും കർഷകർക്കും നേരിട്ട് വാങ്ങാവുന്ന സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പച്ചക്കറി വിളകളായ വെണ്ട, മത്തൻ, കുമ്പളം, കണിവെള്ളരി, സാലഡ് വെള്ളരി, കണിമത്തൻ, പയർ, വിവിധയിനം ചീരകൾ, പഴവർഗ്ഗങ്ങളായി പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ, ഷമാം എന്നിവയും കൃഷി ചെയ്തു വരുന്നുണ്ട്. ജലദൗർലഭ്യം നേരിടുന്ന പാടങ്ങളിൽ അനുവർത്തിക്കാവുന്ന ചെറുധാന്യ കൃഷിയും ഇവിടെ സജീവമാണ്. റാഗി, തിന, ചാമ, മണിച്ചോളം, കമ്പ് എന്നീ ചെറുധാന്യങ്ങളോടൊപ്പം എള്ള് കൃഷിയും മുതിര, ഉഴുന്ന്, ചെറുപയർ, വളപ്പയർ, തൂവര എന്നിങ്ങനെ വിവിധങ്ങളായ പയർ വർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സീഡ് ഫാമിലെ മുൻ കൃഷി ഓഫീസറും വയനാട് ആത്മ ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനം കയറ്റം ലഭിച്ചുപോയ S മിനിയുടെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷണ കൃഷി ആരംഭിച്ചത്. ഫാമിലെ ഉൽപ്പന്നങ്ങളെല്ലാം പൊതുജനങ്ങൾക്കും കർഷകർക്കും നേരിട്ട് വാങ്ങാവുന്ന സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജ്യോതിയിനം നെൽവിത്ത്, ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പൊട്ടുവെള്ളരി എന്നിവയുടെ വിത്തുകൾ എല്ലാം സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നതാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നമസ്കാരം, എൻ്റെ പേര് പ്രതീക്ഷ. സ്റ്റേറ്റ് സീഡ് ഫാം എടത്തുരുത്തിയിലെ കൃഷി അസിസ്റ്റൻ്റായി ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ നമ്മുടെ എടത്തുരുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിൻ്റെ മെയിനായിട്ടുള്ള നെൽകൃഷിയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. 25ഓളം ഏക്കറിലാണ് നമ്മൾ നെൽകൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ അതിലിപ്പോൾ നെൽകൃഷി കഴിഞ്ഞ് എന്ത് നമുക്ക് ചെയ്യാം, അത് നെൽകൃഷികർക്ക് എങ്ങനെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവാം ലാഭകരമായ രീതിയിൽ എന്നുള്ളൊരു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര ഏരിയയിൽ കൃഷി ഇത്തവണ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് തണ്ണിമത്തൻ, ഷമാം, പിന്നെ കണിവെള്ളരി, കണിമത്തൻ, പിന്നെ മത്തൻ, കുമ്പളം, ചീര, പിന്നെ എള്ള്, ചെറുപയർ, ഉഴുന്ന്, അതുപോലെ തന്നെ പയർ, പിന്നെ വളപ്പയറുകൾ, സണ്ണമ്പ് പോലുള്ള വിളകൾ, പിന്നെ ധാന്യവിളകളായിട്ടുള്ള കമ്പ്, തിന, ചാമ, റാഗി എന്നിങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് ഇത്തവണ കൃഷി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു ചെറിയ ഷോർട്ടേജ് ഉണ്ട്. വെള്ളം നമുക്ക് കിട്ടാൻ ഇല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഫാമിൻ്റെ അവസ്ഥ. എന്നാലും വൈകാതെ തന്നെ ചെറുക്കൽ ചെറുപുഴ റോട്ടിലെ വെള്ളം നമുക്കിവിടെ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള വിദ്യാഭ്യാസ ഉപജില്ലാ വികസന സമിതി ആദരണീയം പരിപാടി സംഘടിപ്പിച്ചു. DDP M ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
ഒരു 2018 ജനുവരി 1-ാം തീയതി ബസ് ഇറങ്ങി മാള ഓഫീസിലേക്ക് എൻ്റെ മുന്നിൽ ഒരു കുട്ടി പോകുമ്പോൾ ഞാൻ ചോദിച്ചു, മാള ഈ ഓഫീസ് എവിടെയെന്ന് ചോദിച്ചു. ആരും എൻ്റെ ദീപയായിരുന്നു. അങ്ങനെ ഞാനും ദീപയുമാണ് ആ ഓഫീസിലേക്ക് കയറി ചെന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ ഇനി ഇവിടെ അങ്ങോട്ടുള്ള കാര്യമില്ല. മാളയെ നിന്നും ഓർമ്മ, കാരണം അത്രയധികം ഒരു ഇടപെടൽ നടത്താൻ മാളയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു എന്താ പറയുക അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടുന്നൊക്കെ പല സ്കൂളുകളിലും കലോത്സവങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരു ദിവസം ഞാൻ കൂടുതൽ ഓർക്കാറുണ്ട്. കാരണം 7 മണിക്കും 8 മണിക്കും 8-ലേക്ക് 9 മണിക്കും ഇവിടുന്ന് പോയ സ്കൂളുകളുണ്ട്. ഇവിടുന്ന് കലോത്സവം വാർഷികം കഴിഞ്ഞിട്ടൊക്കെയാണ് പലപ്പോഴും ഞാൻ പോകാറ്. പക്ഷേ കൃത്യം 10 മണിയാകുമ്പോഴേക്കും പിറ്റേ ദിവസം 9:50 വരുന്ന ബസ്സിൽ ഞാൻ മാളിലേക്ക് എത്തുകയും ചെയ്യും. അത് നല്ല നല്ല സൗഭാഗ്യത്തിൻ്റെ കാര്യമാണ്. ആ സൗഭാഗ്യം ഇപ്പോൾ സുരേഷ് സാറിന് അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗ്യം. മാള AO KK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ടി സുരേഷ് കുമാർ, TJ ലൈസൻ, ജൂലിൻ ജോസഫ്, റോബിൻ ജോസ്, OR ചിത്ര എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അധ്യയന വർഷം ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ എന്നിവർക്ക് യാത്രയയപ്പും ദേശീയ സംസ്ഥാന മേളകളിൽ വിജയിച്ച പ്രതിഭകൾക്കുള്ള ആദരവും നൽകി. അതിരൂക്ഷമായ പാചകവാതകക്ഷാമം പരിഹരിക്കണമെന്നും വർദ്ധിപ്പിച്ച ഗ്യാസിന്റെ വില കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റി മാള ബസ് സ്റ്റാൻഡ് പരിസരത്ത് അടുപ്പുകൂട്ടി സമരം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KN സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിൽ ഈ ദിവസം ഇന്ന് മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിക്ക് അടുപ്പുകൂട്ടി സമരത്തിന് നേതൃത്വം നൽകിയ മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷേർലി ജോയി ഉൾപ്പെടെയുള്ള മുഴുവൻ മഹിളാ കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷേർലി ജോയ് അധ്യക്ഷയായി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രേമ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സോയ് കോലംചേരി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശിവരാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെറിൻ ജെയിംസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു റപ്പായി, ഷീല ജോസ്, നിധ ജോഷി, ഷൈനി റാഫേൽ, അമ്പിളി സജീവ്, ലിസി സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകവാതകക്ഷാമത്തിനെതിരെ അടുപ്പുകൂട്ടി സമരം നടത്തി. 3 പീടിക സെന്ററിൽ നടത്തിയ സമരം കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീല വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ്, DCC ജനറൽ സെക്രട്ടറി CJ പോൾസൺ, മഹിളാ കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഷീബ സതീഷ്, പഞ്ചായത്ത് അംഗം മണി ഉല്ലാസ്, നേതാക്കളായ സുധാകരൻ മണപ്പാട്ട്, CP അനിൽ, പ്രവിത ഉണ്ണികൃഷ്ണൻ, CK മജീദ്, ഷംസുദ്ദീൻ, ഹിദായത്തുള്ള, മഹിളാ കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം പ്രസിഡന്റ് റൂബീന നാസർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല ശാന്തൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലത്തെ LDF സ്ഥാനാർത്ഥി KK വത്സരാജിന്റെ വിജയത്തിനായി മണ്ഡലത്തിലെ LDF ജനപ്രതിനിധികളുടെ സംഗമം SN പുരത്തു നടന്നു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. LDF മണ്ഡലം കൺവീനർ TP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു, CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ്, അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശനൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു S ചെറിയത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് റോഡ് ഷോ നടത്തി. മുച്ചക്ര വാഹനങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, നേതാക്കളായ TP ജോണി, KP തോമസ്, CK ശശി, EA ജയതിലകൻ, AM ഗോപി, KN അജിതൻ, ML ശശിധരൻ, KB ഷബീർ, PS സന്തോഷ്, അഡ്വക്കേറ്റ് KR സുമേഷ്, അഡ്വക്കേറ്റ് KA ജോജി, പോളി ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിലെ ഡോക്ടറുടെയും മറ്റു ജീവനക്കാരുടെയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളും സ്റ്റേഷൻ റൌഡികളുമായ മുഹമ്മദ് അമീൻ, അഖിൽ എന്നിവർ റിമാൻഡിലേക്ക്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിയായി വിഷ്ണുവിന്റെ മുറിയിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ സംഭവത്തിലാണ് കരൂപ്പടന സ്വദേശി മാക്കന്തറ വീട്ടിൽ മുഹമ്മദ് അമീൻ, പുല്ലുറ്റ് സ്വദേശി പാറക്കൽ വീട്ടിൽ അഖിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ആദ്യ വനിതാ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട MU ഷിനിജയെ മേത്തല സർവീസ് ബാങ്ക് ആദരിച്ചു. ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് KM സലീം, ബാങ്ക് വൈസ് പ്രസിഡന്റ് MS വിനയകുമാർ,
മുൻ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ, ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ PA ജോൺസൺ, അഡ്വക്കേറ്റ് M ബിജുകുമാർ, രാജേഷ് വളർക്കോടി, KB മഹേശ്വരി, രഘു പരാരത്ത്, അഡ്വക്കേറ്റ് മൻസൂർ അലി, ലത ഉണ്ണികൃഷ്ണൻ, PN രാജീവൻ, AS ബേബി, ബാങ്ക് സെക്രട്ടറി ML ചിത്രകുമാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചാലക്കുടിയിലെ പൂട്ടിക്കിടക്കുന്ന ഐനിക്കൽ തിയേറ്ററിൽ അതിക്രമിച്ചു കയറി ലക്ഷക്കണക്കിന് രൂപയുടെ അലൂമിനിയം സാമഗ്രികൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി മുഹമ്മദ് സലീമാണ് പോലീസിന്റെ പിടിയിലായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ചാലക്കുടി നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന തിയേറ്ററിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയ പ്രതി അവിടെയുണ്ടായിരുന്ന 1.5 ലക്ഷം രൂപയോളം വില വരുന്ന അലൂമിനിയം ഗ്ലാസ് വർക്കുകൾ നശിപ്പിച്ചു. തുടർന്ന് ഇതിലെ അലൂമിനിയം ചാനലുകൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലാകുന്നത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതക വിതരണ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ഹോട്ടൽ ഉടമകൾ തിങ്കളാഴ്ച കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. നാളെ എണ്ണ കമ്പനികളുടെ ബോട്ട്ലിംഗ് പ്ലാന്റുകളിലേക്ക് മാർച്ച്. പാലിയേക്കരയിൽ കൊച്ചി സേലം പാചകവാതക പൈപ്പ് ലൈനിൽ ചോർച്ച. BPCL പെട്രോൾ പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയ തൊഴിലാളികൾ പൈപ്പ് ലൈൻ മാറി തകരാർ പരിഹരിച്ചത് ചോർച്ചയ്ക്ക് കാരണം. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി പാലക്കാട് ചെർപ്പുളശ്ശേരി തെക്കുംപറമ്പത്ത് മന TM നാരായണ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. നിയോഗം 35 പേരുടെ പേരുകൾ നറുക്കിട്ടെടുത്തതിൽ നിന്ന്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.